വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ കൗര, ഗൗതമല്ലേ? തന്റെ മടിയിലിരുത്തി എന്റെ പേരിട്ടത്? സാറേ, ഞാൻ പുതിയ ട്രെയിനി ആയിരുന്നു. PSC കഴിഞ്ഞേ. ആണോ? യാ. സന്തോഷം. എന്താ ഗൗതമി സാറേ അവിടെ ഒരു ബഹളം? അതെ, വലിയൊരു PSC കാരൻ ചാർജ് എടുത്തയാ. സമയമാണല്ലോ. നമസ്കാരം. എന്റെ പൊന്നു PSC കാരാ, ഈ റോഡ് വക്കിൽ വെയിലും കൊണ്ട് ബസ് കാത്ത് നിൽക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാ. അവരുടെ സമയത്തെ കൂടെ ഒന്ന് മാനിക്കും കേട്ടാ. വെറുതെ KSRTC പറഞ്ഞ ചെലപ്പോ സാറ് വണ്ടി എടുക്ക്. എടി, ആ പുതിയ ബസ് കണ്ടക്ടർ കൊള്ളാലോ. ആണോ? അതെ, നാളെ മുതൽ നമുക്ക് ഈ ബസ്സിൽ തന്നെ കയറിയാൽ മതി. ഓക്കെ? എങ്ങോട്ടാ ഏട്ടന്മാരെ? സഖാവേ, എങ്ങോട്ടാ എടുക്കണ്ടേ? എനിക്ക് ടിക്കറ്റ് എന്തിനാ? പാസ്സല്ലേ? പാസോ? രാവിലെ തന്നെ ഓസ ഇറങ്ങിയേക്ക. ടിക്കറ്റ് എടുക്ക് സഖാവേ. സകല ഓസ് നിർത്തലാക്കാൻ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ടിക്കറ്റ് എടുത്താ? ഇല്ലല്ലേ? ചേട്ടൻ എങ്ങോട്ടാ? നെടുമുടി പാലത്തിന്. ആ വിമതനാണല്ലേ? ആണെങ്കിൽ തനിക്കെന്ത്? വിമതൻ ഇനി ആരെങ്കിലും എടുക്കാനുണ്ടോ ടിക്കറ്റ്? ടിക്കറ്റ് പള്ളത്തുരുത്തി. പള്ളത്തുരുത്തി. അതെ. എങ്ങോട്ടാ പോണ്ടേ? 2 പൂപ്പള്ളി. 40. ടിക്കറ്റ് ടിക്കറ്റ്. ഒരു വെള്ളം. പാലത്തിനപ്പുറമാണോ? ആ, അതെ. ചേട്ടാ, ഈ ആ സ്ഥലത്തിന്റെ പേരെന്നാ? പൂപ്പള്ളി. ആ, പൂപ്പള്ളി. പൂപ്പള്ളി ഉള്ളതല്ലോ. താനെന്താ ടൂറിന് പോവാ? ഇങ്ങോട്ട് വന്നേ. കൊച്ചിനൊരു ബഹുമാനക്കുറവുണ്ടല്ലോ. ശരിയാക്കി തരാം. തോന്നെന്തോട് ചെക്കിംഗ് ഇൻസ്പെക്ടറോ? അല്ല, PSC കണ്ടക്ടർ. ചെക്കിംഗ് ഇൻസ്പെക്ടർക്കും പിന്നെ അങ്ങനല്ലേ? താനിത് പിടിച്ചേ. ഇത് പിടിക്കണം. അല്ല, ഇതിന്റെ പ്രവർത്തനം എങ്ങനെ? കൂടെ താൻ PSC ആണെന്ന് പറയുന്നുണ്ടല്ലോ. തന്റെ കഴിവും തെളിയിച്ചേ. അല്ല, എനിക്ക് ഈ കുത്താൻ അറിയത്തില്ല. ഞാൻ ഇത് ആദ്യമായിട്ടാ. പിന്നെ ഈ കുട്ടനാടൊക്കെ കണ്ടപ്പോ എല്ലാം അടിപൊളിയാണ്. ഇങ്ങോട്ട് നോക്ക്. എവിടെ? ഓ, ഇവിടെ. ഞാൻ ഹാഫ് ടിക്കറ്റ് പഠിക്കണ്ടേ? അല്ല, പറഞ്ഞു. കണ്ടിന്യൂ. അയ്യോ, അവള് വന്നെന്ന് തോന്നുന്നു. എടി, TV ഓഫ് ചെയ്തേ. വല്ലയിടത്ത് പഠിക്കാൻ നോക്ക്. ഓ, ഇവനായിരുന്നോ? ആവശ്യം അംഗീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. എടി വച്ചേ, അങ്ങോട്ട് മാറിക്കൊടുത്തേ. നീ അങ്ങോട്ട് ഇരിക്കണം. ഇപ്പൊ തീരൂ. അവള് വന്നു. പഠിക്കാൻ നോക്കേ. അമ്മ എന്താ ഇതൊക്കെ ആയിട്ട്? അത് ഞാനിങ്ങനെ വേഗം വന്നപ്പോഴേ. ഉച്ചക്ക് വിളിച്ചപ്പോ എന്താ പറഞ്ഞേ? അതൊന്നൊരു പുതിയ പുരുഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു PSC നിയമനം. ഒന്നും അറിയത്തില്ല അവന്. കൊള്ളാലോ. ഇങ്ങനെയുള്ളവരൊക്കെയാണ് അപ്പൊ ജോലിക്ക് എടുക്കുന്നത്. നീ വാ, വല്ലതും കഴിക്കാൻ നോക്കാം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാ. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ശങ്കു, പിള്ളേര് പഠിക്കുമ്പോഴാണോ നിന്റെ TV ആണുള്ളത്? അല്ല, ഞാൻ ഈ ചുമലോട്ടൻ ഓഫ് ചെയ്യാൻ നോക്കിട്ട് മഞ്ഞോട്ടം ഞെക്കിട്ട് ഓഫ്. നീയൊക്കെ എന്തോ അടിയിരുന്ന് പഠിക്കുന്നേ TVയുടെ മുന്നില്? കയറിപ്പിടിയാത്ത പരീക്ഷ വഴിയായിട്ട് TV വെച്ചാലുണ്ടല്ലോ. പിള്ളേരിരുന്ന് പഠിക്കാ ശങ്കു. നീ പോയിക്കേ.
ഇനിയിപ്പം സീരിയൽ കാണാത്ത പോലെ പാവണോ? ലോകത്താരും സീരിയൽ കാണാത്ത പോലെ. എന്താ എന്നത്ര ദേഷ്യം? ചില്ലറ തരാതെ ബസ്സിൽ കയറിയവന്മാരുടെ ദേഷ്യം ശങ്കുനോട് തീർത്താണോ? ഒരുപാട് കോമഡി അടിക്കല്ലേ. ഇന്നോ പഠിച്ചു. ശങ്കു പോയോ? അവനോട് അത്ര ദേഷ്യം വേണ്ടായിരുന്നു. എന്ന് ചിത്ര സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടുണ്ടോ? 2 പെൺകുട്ടികളുള്ള വീടല്ലേ? അപ്പോഴേക്കും പടങ്ങിയോ? നീ പോയി കുളിച്ച് ഫ്രഷായിട്ട് നിന്റെ സ്പെഷ്യലില്ലേ, കാന്താരിയും പച്ചമാങ്ങയും തേങ്ങയൊക്കെ ഇട്ടുള്ള ഒരു ചമ്മന്തി അതുണ്ടാക്കി നമുക്ക് ഒരുമിച്ച് കഞ്ഞി കുടിക്കാം. ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ലല്ലോ. ഒരുപാട് അങ്ങ് സ്പെഷ്യൽ കഴിക്കണ്ട. ആ ഇനി ചമ്മന്തി ഇല്ലാത്തതിന്റെ പേരിൽ കഴിക്കാവുന്ന ഇരിക്കണ്ട, ഉണ്ടാക്കിയേക്കാം. പൊറോട്ടയും ബീഫ് ഉണ്ടാട്ടാ. ഒരുപാട് എന്നേക്ക് എനിക്കൊരു വാഴക്കപ്പം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായി കോട്ടയത്ത് പോയ പെണ്ണിന്റെ കാര്യം? സഖാവ് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞപ്പോഴേ അവരെന്റെ നമ്പർ വരെ ബ്ലോക്ക് ചെയ്തു. പലചരക്കട ഉണ്ടെന്ന് പറയാൻ പറഞ്ഞിട്ടില്ലേ? സഖാവേ, ഞാൻ കള്ളം പറഞ്ഞ് കല്യാണം നടന്ന ആളല്ല. അപ്പൊ തന്റെ കല്യാണം അത് പിഴച്ചു പോയി. അതിവിടെ സഖാവിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ദേ എന്നോട് പറ. ഇതുവരെ കണ്ട പെണ്ണിനെല്ലാം സൂപ്പറല്ലേ, എന്നിട്ട് സഖാവിന് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ചേരും ഇവിടെ ചേർക്കും. രസാഖോട് ഗുണപ്പട്ടിക്ക് പറഞ്ഞേ. ആ ഇതാ നിങ്ങൾ രാഷ്ട്രീയക്കാരെ കുഴപ്പം. എന്തെങ്കിലും പറഞ്ഞ റൂട്ട് മാറ്റിവിടും. നമ്മുടെ റൂട്ടിലേക്ക് വാ. മനസ്സിൽ വല്ലരും ഉണ്ടേ? മനസ്സില് ഇത് കുറെ ഉണ്ടല്ലോ. ആ കൂട്ടത്തിൽ എന്റെ മൂളും ഉണ്ടല്ലോ. അതിലേതാ സഖാവേ? വേഗം ചെല്ലു, അസംബ്ലി തുടങ്ങാറായി. വടയുടെ കാശ് പട്ടിലെത്തിക്കും. അയ്യോ എനിക്ക് ഇവിടെ എനിക്ക് എങ്ങും പറ്റില്ല. നമുക്ക് ശ്രീധത്തിന്റെ കാശിന്ന് പിടിക്കാം. ഗൗതമി, ഗൗതമി, ഡോണ്ട് ഗോ. ഗൗതമി, ഞാൻ ആ വഴിക്കായിരുന്നു. ഒരു ലിഫ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. ആർക്കുപകാരം? എനിക്ക് ഉപകാരമായിരുന്നു. സഖാവേ, ഓസാനത് KSRTC അല്ലേ കേട്ടോ. ഗൗതമി, ഞാൻ സംയമനം പാലിച്ച് ബാക്കിലിരുന്നോളാം. നോ ടച്ചിങ്സ്. ഞാൻ അതിലും നല്ലൊരു ഐഡിയ പറയട്ടെ. സഖാവ് ഒരു പെണ്ണ് കിട്ട്. നോണം കിട്ട സർക്കാരും ഓസാൻ കുറെ രാഷ്ട്രീയക്കാരും. ലിഫ്റ്റ് വെച്ചിട്ട് സർക്കാർ എന്ത് കഴിച്ചു? രാജിവെക്കാൻ പറയായിരുന്നു. നന്നായി. ഇതാണ് എന്റെ ഇന്ത്യ. ഞാൻ സ്വപ്നം കണ്ട ഇന്ത്യ. ഇത് കാരണമാണോ പെണ്ണ് കിട്ടാത്തത്? അത് സഖാവ് നല്ല രീതിയിൽ നോക്കാഞ്ഞിട്ടാ. ആ ഇതെപ്പറ്റി ലോട്ടറി കച്ചവടം എങ്ങനെ പോകുന്നു? സുഖമായിട്ട് പോകണ്ടല്ലേ? അപ്പൊ ആ കാര്യം നോക്കിയാ പോരെ? പോയി വിട്ടോ. ആ നിക്ക് എന്താ സഖാവേ? നിങ്ങളോടല്ല, അവിടെ പറഞ്ഞതാണ്. വെറുതെ മനുഷ്യനെ കൊതിപ്പിച്ചു. ലിഫ്റ്റ്. എന്റെ പൊന്നു സഖാവേ, ഇപ്പൊ പിന്നെ ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് നിർബന്ധം ഇല്ല. എന്റെ ലൈസൻസ് പോവും. സഖാവ് നടന്നങ്ങ് പോയച്ചാ മതി. അവന്റെ ഒരു അഹങ്കാരം. പിന്നെ എത്രയും പെട്ടെന്ന് പോലീസിനെ കൊണ്ടുവിടും. വിലാസിനി വെയിൽ കൊണ്ട് കറുത്തു പോലും. ഏട്ടനും വെയിലോളൊന്ന് കുറയ്ക്കണം. എടാ പ്രഭാകരാ, എന്നാ ജംഗ്ഷനിലൊന്ന് ഇറക്കിയാ മതി. ജംഗ്ഷനിലല്ല, നീ പറയുന്ന എവിടെ വേണല്ലോ ഞാൻ ഇറക്കാം. എങ്ങനെയൊരു എത്രയും പെട്ടെന്ന് ഒരു വണ്ടി ഓടിക്കാൻ പറ്റില്ല? ആദ്യം സൈക്കിൾ ബാലൻസ് സെറ്റ് ചെയ്യണം. പോയാ തണ്ടി. ഇതിനകത്ത് നല്ല ചൂടല്ലയോ? നല്ല ചൂടാ. കേസേക്കാൻ പറയാം. ആരോട് പറയാൻ? ഞാൻ വണ്ടി എടുക്കാം. ചേട്ടാ ഒന്ന് മാറി. ചേട്ടാ ഒന്ന് മാറിക്കേ. ആ ഇവളാള് കൊള്ളാലോ. ഇതെങ്ങോട്ടാണ് വണ്ടി കയറ്റി കൊണ്ടുവരുന്നത്? ഇവിടുത്തെ സ്റ്റാഫാണ്. സ്റ്റാഫാണെന്ന് വിചാരിച്ച് എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നാ? സോറി പറയടി. വണ്ടി കൈ എടുക്കടാ. എനിക്ക് തിരക്കുണ്ട്. വണ്ടി കൈ എടുക്കടാ. അവൻ കൈ എടുക്കുന്നില്ല. ഇത്രയും സ്ഥലം ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങളുടെ കീഴോടാണ് വണ്ടി ഉണ്ടാക്കുന്നത്. എന്താടി നോക്കി പിടിപ്പിക്കുന്ന? മാറാ. സാറേ, കേതു സാറ് നല്ല ചൂടിലാണല്ലോ. പ്രശ്നമാവോ? ഞാൻ ഇടപെടേണ്ടി വരും. തണുപ്പിച്ചിട്ട് വരാം. സാറൊന്ന് തണുപ്പിച്ചിട്ടോ. ശരി. ചേട്ടാ നോക്കി നടന്നോടാ. ചത്തേനല്ലേ ഇപ്പൊ നീ? അല്ല, ഈ വണ്ടി പാർക്ക് ചെയ്യേണ്ടടുത്ത് വണ്ടിയല്ലേ പാർക്ക് ചെയ്യണ്ടേ? അല്ലാണ്ട് വേറെ വല്ലതും പാർക്ക് ചെയ്യാൻ പറ്റോ? അല്ലേ? ശരിയല്ലേ? അല്ലേ ഗൗതം സാറേ? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എന്റെ കാര്യത്തിനോട് താൻ ഇടപെടുന്നേ. സമാധാനല്ലേ? താനിനി എന്ത് കാണാൻ നിക്കോ? ഒന്ന് മാറോ അങ്ങോട്ട്. ഞാൻ മാറിത്തരാം. ഗൗതം സാറ് പൊക്കോ, ലേറ്റ് ആവണ്ട. നല്ല ചൂടല്ലേ, അതിന്റെ ടെൻഷൻ. എന്തായി? തണുപ്പിച്ചാ? അല്ല, നിങ്ങളെങ്ങും പോണ്ട. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഒരു പണിക്കും പോവാതെ. അനങ്ങനെ കൊന്നാളെ ഇവിടെ പോയി.
സാർ ഞാൻ കയറി വന്നേ. സാറ് വരണേ. ഞാൻ വരാം. ആരാടത് തുണി മോറിനെടുത്ത്? സോറി സോറി. ഓ കോര സാറായിരുന്നു. എന്റെ അമ്മോ. അല്ല വേണ്ട, ഡോർ അടച്ചേക്കാം. ഇഞ്ഞാരും കാണണ്ട. പാവം ഒന്നും പറയണ്ട. ഇതിനെപ്പറ്റി എന്ത് വിചാരിക്കാൻ തോന്നും. പെട്ടെന്ന് കഴിക്കാം, നമുക്ക് പോവാം. കോര സാറേ ഒരു ചായ കുടിച്ചിട്ട് പോകും. ചായ ഉണ്ട്, ചായ കുടിക്കാൻ മൂട് പോയി. ഇന്നാ നീ കുടിച്ചോ, എന്റെ മൂട് എന്തിനി. നോക്കി നോക്കി. അതെ കോര സാറിന് എന്നോട് എന്തോ ഒരു ഇതുണ്ട്. ഓ പിന്നെ സാർ എല്ലാരോടും അങ്ങനെ. അങ്ങനെയൊന്നുമല്ല. പെൺകുട്ടി പാട്ടാവും. എനിക്ക് ഇത് നേരത്താണോ ഡോറ് തുറക്കാൻ തോന്നിയതാ. സാറേ അതെ സാറേ ഈ വണ്ടി ഇപ്പൊ എടുക്കോ? വണ്ടി എടുക്കണം. ആ എടുക്കൂലേ ഇപ്പൊ? എന്നാ ഞാൻ കേറിക്കോട്ടെ? സാറും കൂടി ഉണ്ടാവൂലേ? ഞാൻ ഉണ്ടാവും. കേറാലോ? ധൈര്യമായിട്ട് കേറിക്കോ. പറഞ്ഞില്ലേ? എന്നാ ഞാൻ കേറുവാണേ. ശരി. ഈ പോക്കാണെ ടിക്കറ്റ് കുറെ കയറും. ഞാൻ വിഷമിക്കാതെ ചെല്ലു, ഡ്യൂട്ടി കയറ്. ശരി സാറേ. എന്തു പറ്റി സാറേ? ഇത്ര പെട്ടെന്ന് വരുന്ന ഞാൻ കരുതിയില്ല. എന്ത്? നിങ്ങൾ 3 പേരുണ്ട്. നാളെ മുതൽ ഡ്യൂട്ടിയില്ല. മനസ്സിലായില്ല. എംപാനൽ കണ്ടക്ടർമാരെ പിരിച്ചുവിടുക. കോടതി ഉത്തരവിട്ടാൽ പിന്നെ സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഗൗതം സാറിന്റെ കൂടെ ഇന്നും ഡ്യൂട്ടി. കണ്ടക്ടർ കളക്ടറാണോ ചേട്ടാ? കേറാ, ഞാൻ എടുക്കാറല്ലയോ? ചിലപ്പോ സാറേ വണ്ടി എടുത്തോ.